അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ മുശ്രിക്കൂൻ, അതായത് ബഹുദൈവാരാധകര്, വിഗ്രഹാരാധകര്, തീ ആരാധകര്, ഇവരെയൊക്കെ പിടിച്ചു കുലുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തോപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അദ്വാഇ അൽ മുശ്രിക്കീന ബിൽ ഹസീമത്തി വസ്സൽസലത്തി. അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അൽ അഹ്സാബ് യുദ്ധത്തിൻ്റെ ദിവസം ആയിരുന്നു. അൽ അഹ്സാബ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സഖ്യകക്ഷികളുടെ യുദ്ധം. ഇപ്പോഴത്തെ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇറാഖൊക്കെ ഇറങ്ങിക്കുമ്പോൾ 10-12 രാജ്യങ്ങളുണ്ടായിരുന്നു. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, അങ്ങനെ എല്ലാവരും ലോകത്തുള്ള അമേരിക്ക ഒക്കെ കൂടിയിട്ട് ചെന്നിട്ടാണ് ആക്രമിച്ചത്. സഖ്യകക്ഷികൾ എന്നാണ് നമ്മളതിനെ പറയുക. അപ്പോൾ അതുപോലത്തെ എന്തോ ആയിരുന്നു. അതായത് മക്കാ മുശ്രിക്കുകളും അവരുടെ കൂട്ടുകാരൊക്കെ കൂടി വലിയൊരു സഖ്യകക്ഷികളായിട്ടാണ് യുദ്ധം ഉണ്ടായത്. അതുകൊണ്ടാണ് അതിനെ സഖ്യകക്ഷികളുടെ യുദ്ധം, അതല്ലെങ്കിൽ അൽ അഹ്സാബ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലയോ അള്ളാഹുവേ, അവരുടെ വീടുകളിലും ഖബറുകളിലും നീ തീ നിറയ്ക്കണേ. ഈ അക്രമകാരികളെയാണ് ഉദ്ദേശിച്ചത്. കാരണം അവർ ഞങ്ങളെ ഒരുപാട് തിരക്കാക്കി കളഞ്ഞു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മധ്യ ദിവസത്തെ നമസ്കാരം നിസ്കരിച്ചിട്ടില്ല, അതായത് അസ്ർ നമസ്കാരം സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പോൾ യുദ്ധം അവർക്ക് ഇട കൊടുത്തില്ല, നിലത്ത് നിൽക്കാൻ സമ്മതിക്കാതെ യുദ്ധമായിരുന്നു. അതുകൊണ്ട് അസ്ർ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്താണ്, അല്ലേ അള്ളാഹുവേ, ഈ അക്രമകാരികളുടെ വീടുകളിലും ഖബറുകളിലും നീ തീ നിറയ്ക്കണമേ. അപ്പോൾ ഇങ്ങനെയുള്ള ദുആയൊക്കെ നമുക്കും ചെയ്യാവുന്നതാണ്. അതിന് അലിയ്യൻ റളിയല്ലാഹു അൻഹു ഖാല ലമ്മാ കാന യൗമുൽ അഹ്സാബി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല ഇല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറ ശഗലൂഹ അൻ സ്വലാത്തിൽ വുസ്ത ഹത്താ ഗാബത്തി ശംസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്തിൽ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലേ അല്ലാഹുവേ, സലമ ബിൻ ഹിഷാമിനെ നീ രക്ഷിക്കണേ. അല്ലയോ അല്ലാ, നീ അൽ വാലിദ് ബിൻ അൽ വാലിദിനെ രക്ഷിക്കണേ. അല്ലയോ അല്ലാഹുവേ, നീ അയ്യാഷ് ബിൻ റബിയയെ രക്ഷിക്കണേ. അല്ലയോ അല്ലാഹുവേ, നീ കഴിവില്ലാത്ത മുസ്ലിങ്ങളെ രക്ഷിക്കണേ. അല്ലയോ അല്ലാഹുവേ, നീ മുദർ ഗോത്രത്തിൻ്റെ മുകളിൽ ഭയങ്കര കട്ടിയായിരിക്കണേ, അതായത് അവരെ ശിക്ഷിക്കണേ. അല്ലയോ അല്ലാഹുവേ, അവരുടെ മേലിൽ നീ കൊല്ലങ്ങളോളം പട്ടിണിയും പരിവട്ടവും വരൾച്ചയും കൊണ്ട് പരീക്ഷിക്കണേ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പട്ടിണിയും വരൾച്ചയും പോലെ, അതായത് 7 കൊല്ലം ഒക്കെ അതുപോലെയാണ് ദുആ ചെയ്തത്. അപ്പോൾ ഖുനൂത്തിൽ നമുക്ക് ദുആ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളവർക്കെതിരെ ദുആ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഗസ, ഫലസ്തീൻ ഒക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോൾ ഗസ്സാന്നും പാലസ്തീൻ എന്നൊക്കെ പറയും. അതൊക്കെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം വാക്കുകളാണ്. ശരിക്കും അത് അറബി രാജ്യമാണ്. നമ്മുടെ നാട്ടിലുള്ള കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അറബികൾക്ക് അത് പറയാൻ പറ്റില്ല. അവർ വേറെ എന്തെങ്കിലും പേരിലായിരിക്കും പറയുക, കോസിക്കോട് എന്നോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ പറയും, അല്ലെങ്കിൽ കാലിക്കറ്റ് എന്ന് പറയും. പക്ഷേ അതല്ല ശരിയായ ആ സ്ഥലത്തിൻ്റെ പേര്. ഓരോ സ്ഥലത്തിൻ്റെ പേരും ആ നാട്ടിലെ ഭാഷയിലാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ പറയുമ്പോൾ ഗസയും, ഈനല്ല ഗൊയിനാണ്, കുത്തുള്ള ഗസയും, അതുപോലെ ഫിലിസ്തീനുമാണ്, ഫിലിസ്തീൻ. അത് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഖുനൂത്തിൽ ദുആ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സുജൂദിൽ ദുആ ചെയ്യാവുന്നതാണ്, അതെങ്കിൽ അവസാനത്തെ തഹിയ്യാത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ദുആ ചെയ്യാവുന്നതാണ്. അല്ലാഹുമ്മ അൻസുരിൽ ഇസ്ലാം വൽ മുസ്ലിമീന മിൻ ഫിലിസ്തീൻ വ ഗസ ആമീൻ. അങ്ങനെയൊക്കെ ദുആ ചെയ്യാം. അതായത് ഫിലിസ്തീനിലും ഗസയിലും ഒക്കെയുള്ള മുസ്ലിങ്ങളെ നീ സഹായിക്കണേ എന്നൊക്കെയാണ്. عن أبي هريرة رضي الله عنه قال كان النبي صلى الله عليه وسلم يدعو في القنوت اللهم أنجي سلامة بن هاشم، اللهم أنجي الوالد ابن الوالد، اللهم أنجي عياش بن أبي ربيعة، اللهم أنجي المستضعفين من المؤمنين، اللهم اشتد وطأتك على مضر، اللهم سنين كسني يوسف. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് പേര് പേരെടുത്ത് പറയുന്നുണ്ട്. കാരണം അവരൊക്കെ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊന്നും അതിൻ്റെ ഏഴയലത്ത് വരില്ല, നമ്മളുടെ ഒന്നും പേരുകൾ ഇതിലില്ല. ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കഴിവില്ലാത്ത മുസ്ലിങ്ങളെയും നീ രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട്. അതിലെങ്കിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. അബ്ദുല്ലാഹ് ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുശ്രിക്കീൻ്റെ എതിരെ ശാപം ചോദിച്ചു, അല്ലെങ്കിൽ നാശം ചോദിച്ചു, അല്ലെങ്കിൽ ദുആ ചെയ്തു. മുശ്രിക്കൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുദൈവാരാധകരെ, വിഗ്രഹാരാധകരെ, തീയാരാധകരെ ഇവരൊക്കെയാവുന്നു. അൽ അഹ്സാബ് യുദ്ധത്തിൻ്റെ ദിവസമായിരുന്നു ദുആ ചെയ്തത്. ഇങ്ങനെയാണ് ദുആ ചെയ്തത്, അല്ലേ അല്ലാഹുവേ, വിശുദ്ധമായ പുസ്തകത്തിൻ്റെ അവതാരക,
അതായത് ഖുർആൻ ഇറക്കിയവനെ, പെട്ടെന്ന് കണക്ക് നോക്കുന്നവനെ, അല്ലയോ അല്ലാഹ്, അൽ അഹ്സാബിനെ നീ തോപ്പിക്കണേ. സഖ്യകക്ഷികളുമായിട്ട് കുറേ ഗോത്രങ്ങൾ ഒരുമിച്ച് വന്ന് യുദ്ധം ചെയ്യുകയാണ്. അള്ളാഹുവെ അവരെ നീ തോപ്പിക്കുകയും അവരെ നീ പിടിച്ചു കുലുക്കുക, നശിപ്പിച്ച് കളയണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു മരത്തിനെ പിടിച്ചു കുലുക്കുമ്പോൾ അതിലുള്ള പഴങ്ങളെല്ലാം താഴെ വീണ് പോകും, നശിച്ചു പോകും. അപ്പോൾ അതുപോലെ ഒന്നും അല്ലാതെ ആക്കി കളയണേ എന്നാണ് ദുആ ചെയ്യുന്നത്. അന്നഹു സമയ അബ്ദുല്ലാഹിബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹുമാ യഖൂലു ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ അഹ്സാബി അലൽ മുശ്രിക്കീൻ فقال اللهم منزل الكتاب سريع الحساب اللهم هزم الأحزاب اللهم هزمهم وزلزلهم. അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയായിരുന്നു. കഅബയുടെ നിഴലിൽ നിന്നായിരുന്നു നമസ്കരിക്കുന്നത്. അപ്പോൾ ഏതോ ഒരു നിസ്കാരം, വെയിൽ നിൽക്കുന്നു, തണൽ ഭാഗത്ത് പോയി നിന്ന് നിസ്കരിക്കുന്നു. കഅബയ്ക്ക് ചുറ്റും നിന്ന് നമസ്കരിക്കാം എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അബൂ ജഹൽ കുറച്ച് ഖുറൈശി ആളുകളോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളെ പറഞ്ഞു വിട്ടു ഒട്ടകത്തിൻ്റെ വയറ് അല്ലെങ്കിൽ പണ്ടവും കുടലും എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അടുത്തപ്പോഴോ മക്കയിലെവിടെയോ ഒരു പെണ്ണൊട്ടകത്തിനെ അറുത്തിരുന്നു. അപ്പോൾ അതവിടെ അങ്ങനെ കളഞ്ഞിട്ടുണ്ടാവും. ആളുകൾ പോയി അതെടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേത്തേക്ക് ഇട്ടു. ഇതറിഞ്ഞപ്പോൾ ഫാത്തിമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ, വന്നു. എന്നിട്ട് അതെല്ലാം ചുവാരിയെടുത്ത് ദൂരേക്ക് മാറ്റിയിട്ടു. അപ്പോൾ അദ്ദേഹം ദുആ ചെയ്തു, അല്ലയോ അല്ലാഹുവേ, അൽ മുശ്രിക്കൂൻ ആയിട്ടുള്ള ഖുറൈശികളെ നീ നശിപ്പിക്കണേ. അല്ലയോ അല്ലാഹ്, ഖുറൈശികളെ നീ നശിപ്പിക്കണേ. അല്ലയോ അല്ലാഹ്, ഖുറൈശികളെ നീ നശിപ്പിക്കണേ. എന്നിട്ട് പിന്നെ പേരെടുത്ത് പറഞ്ഞു, അബൂ ജഹൽ ബിൻ ഹിഷാം, ഉത്ബ ബിൻ റബിയ, ഷൈബ ബിൻ റബിയ, അൽ വാലിദ് ബിൻ ഉത്ബ, ഉബയ്യ അല്ലെങ്കിൽ ഉമയ്യ ബിൻ ഖലഫ്, ഉഖ്ബ ബിൻ അബി മുആയിത്ത്. ഈ ഹദീസിൻ്റെ റിപ്പോർട്ടറായ അബ്ദുള്ള കൂട്ടിച്ചേർക്കുന്നു, ഞാൻ കണ്ടു അവരെല്ലാവരും കൊല്ലപ്പെടുന്നതും ബദറിലെ ഒരു പൊട്ടക്കിണറ്റിൽ അവരെ ഇട്ട് കുഴിച്ചു മൂടുന്നതും. മാരകമായ അല്ലെങ്കിൽ ദയനീയമായ മരണം. ഈ പറയുന്ന എല്ലാം നേതാക്കന്മാരാണ്, മക്കയിലെ ഖുറൈശികളുടെ അചഞ്ചലരായ നേതാക്കന്മാർ. നേരിട്ടാരും നിന്ന് ചോദ്യം പോലും ചെയ്യാൻ കഴിയില്ലാത്ത അത്ര ശക്തന്മാരായ ആളുകളെയാണ്. ആ യുദ്ധത്തിൽ എല്ലാവരും മരിച്ചു. അവരെയൊക്കെ മാന്യമായ രീതിയിലൊന്നും കുഴിച്ചിട പോലും ചെയ്തില്ല. അപ്പോൾ ഒരു പൊട്ടക്കിണറ്റിലേക്ക് എല്ലാത്തിനെയും വലിച്ചിട്ടിട്ട് അവിടെ ഇട്ട് അൽ ഖലീബ് എന്ന് പറയുന്നത് അതിലേക്കിട്ട് മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി ളില്ലിൽ കഅബത്തി ഫഖാല അബൂ ജഹലിൻ മനാസുൻ മിൻ ഖുറൈശിൻ ونحرت جزور بناحية مكة فأرسلوا فجاء من سلاها وتراحوا عليه فجاءت فاطمة فألقته عنه فقال اللهم عليك بقريش اللهم عليك بقريش اللهم عليك بقريش. لأبي جهل ابن هشام وعتبة ابن ربيعة وشيبة ابن ربيعة والوالد ابن عتبة وأبي بن خلف وعقبة ابن أبي معيط. قال عبد الله فلقد رأيتهم في قليب بدر فقتل. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഒരിക്കൽ യഹൂദികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു, നിനക്ക് മരണം വരട്ടെ എന്ന് വെച്ചാൽ ശപിക്കുകയാണ് അങ്ങോട്ട് റസൂലിനെ. അതായത് യഹൂദികൾക്കാട് ദേഷ്യവും ഒക്കെ കാരണം അവരുടെ അധികാരം പോകുന്നതുകൊണ്ടും അവരുടെ മതമില്ലാതെയായി പോകുന്നതുകൊണ്ടും അവരുടെ മതം തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടുന്നതുകൊണ്ടും ആവർത്തിച്ച് ഇസ്ലാമിൻ്റെ സത്യസന്ധതയുടെയും നേരിൻ്റെയും മുമ്പിൽ പിടിച്ചു വെക്കാൻ പറ്റാത്തതുകൊണ്ടും അവരുടെ റബ്ബികൾ, അതായത് പണ്ഡിതന്മാർ വന്നിട്ട് പറയുകയാണ് നീ മരിച്ചു പോട്ടെ എന്ന്. അത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. അവർ അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് ശപിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ അവർ പറഞ്ഞു, താങ്കൾ കേട്ടില്ലേ അവർ പറഞ്ഞത് എന്താണെന്ന്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കേട്ടില്ലേ ഞാൻ അവർക്ക് എന്ത് മറുപടി കൊടുത്തതെന്ന്? എന്നിട്ട് വിശദീകരിച്ചു കൊടുത്തു, ഞാൻ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ മേളിലും അത് തന്നെ വരട്ടെ എന്ന്. വഅലൈക്കും. അപ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്ന വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും, നിൻ്റെ മേളിൽ അത് തന്നെ ഉണ്ടാവട്ടെ എന്ന്. അപ്പോൾ നമ്മളെ ആരെങ്കിലും ശപിക്കുകയോ അല്ലെങ്കിൽ ശപിച്ചതായി തോന്നുകയോ ചെയ്താൽ നമുക്ക് പറയാം വഅലൈക്കും എന്ന് പറയാവുന്നതാണ്. ആ ശാപം എനിക്കല്ല നിനക്കാണ്, അത് നീ വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് പറയുക, അത്ര തന്നെ. ചിരിച്ചുകൊണ്ടങ്ങ് പറഞ്ഞാൽ മതി വഅലൈക്കും എന്ന്. നമ്മളെ നശിപ്പിക്കാൻ നടക്കുന്നവരോട് നമ്മൾ ദയൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് അവരെ കൊല്ലാനൊന്നുമല്ലോ നോക്കുന്നത്, മരണശേഷമുള്ള ജീവിതത്തിൽ അവർ നശിച്ചു പോട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ അന്നൽ യഹൂദ ദഖലു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലു അസ്സലാമു അലൈക ലഅനതുഹും ഫഖാല മാലക്കി ഖാലത്ത് അവലം തസ്മഅ മാ ഖാലു ഖാല ഫലം തസ്മഅ മാ ഖുൽതു വഅലൈക്കും.
ഇതിൽ വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, യഹൂദന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്സലാമു അലൈക്കും എന്ന് ആ നാട്ടിലെ അറബിയിലെ എല്ലാ, അതായത് യഹൂദി ക്രിസ്ത്യാനി മതമില്ലാത്തവർ, ജൂസി തീ ആരാധകർ, പേർഷ്യക്കാരായ ആൾക്കാർ, ഇവരൊക്കെ മദീനയിലുണ്ട്, അടിമകളുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള. ഇവരുടെയൊക്കെ ഭാഷ അറബിയാണ്. അറബിയിൽ അവരെല്ലാവരും അസ്സലാമു അലൈക്കും എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അത് അവരുടെ രീതിയായിരുന്നു. നമ്മൾ ഗുഡ് മോർണിംഗ്, സുപ്രഭാതം എന്നൊക്കെ പറയുന്നത് പോലെ. അവർ വലിയ പണ്ഡിതന്മാരാണ്, അപ്പോൾ അവർക്ക് വാക്കുകൊണ്ട് കളിക്കാനറിയാം. അവർ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ തിരിച്ച് വഅലൈക്കും അസ്സലാം എന്ന് പറയും. നിൻ്റെ മേളിൽ രക്ഷയുണ്ടാവട്ടെ എന്ന്. ഇവർ പറയുന്നത് നീ ചത്തുപോട്ടെ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നീ നശിച്ചു പോട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായത് കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കും എന്ന് പറഞ്ഞത്. അതുപോലെ ആളുകൾ, മുസ്ലിങ്ങളല്ലാത്തവർ സലാം പറഞ്ഞാൽ തിരിച്ചു മടക്കണോ എന്നുള്ളൊരു തർക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പൊതുവായിട്ട് പറയുന്ന കാരണം ഇതാണ്. യഹൂദന്മാർ മദീനയിൽ അസ്സാമു അലൈക്കും എന്ന് പറയുമായിരുന്നു. അപ്പോൾ റസൂൽ തിരിച്ചു പറഞ്ഞിട്ടില്ല, പക്ഷെ മനസ്സിൽ അല്ലെങ്കിൽ പതുക്കെ വഅലൈക്കും എന്ന് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് യഹൂദന്മാർക്ക് സലാം മടക്കിയില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. അതല്ല ശരിക്കുള്ള സംഭവം. ഇങ്ങനെ നാശം പറഞ്ഞപ്പോൾ ഒന്നല്ലെങ്കിൽ റസൂൽ തിരിച്ചു പറഞ്ഞില്ല, അതല്ലെങ്കിൽ പതുക്കെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പതുക്കെ അവർ കേൾക്കാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കണം. പൊതുവേ നമുക്ക് ആരെങ്കിലും സലാം പറഞ്ഞാൽ മടക്കാവുന്നതാണ്, ഏത് മതസ്ഥരാണെങ്കിലും. കാരണം അവർ നമുക്ക് വേണ്ടി രക്ഷ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് നിൻ്റെ മേളിലും രക്ഷയുണ്ടാവട്ടെ എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല എന്നാണ് പണ്ഡിതാഭിപ്രായം. അല്ലാഹു ആലം. അഹ്ലുൽ കിതാബ്, അതായത് യഹൂദന്മാർ, ക്രിസ്ത്യാനികൾ, അവരോട് മുസ്ലിമിന് മതപ്രബോധനം നടത്താമോ, അല്ലെങ്കിൽ അവരെ നമ്മളുടെ വിശുദ്ധ പുസ്തകം പഠിപ്പിക്കാമോ? ഹൽ യുർഷിദുൽ മുസ്ലിമു അഹ്ലുൽ കിതാബി ഔ യുഅല്ലിമുഹുൽ കിതാബ്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സീസർ അല്ലെങ്കിൽ കൈസറിന് ഒരു എഴുത്ത് എഴുതി, നീ ഇസ്ലാം നിരസിച്ചാൽ നീ നിൻ്റെ കർഷകരുടെ പാപത്തിനും ഉത്തരവാദിയായിരിക്കും. എന്നുവെച്ചാൽ പിന്തുടരുന്ന ആളുകൾ, ആ രാജ്യത്തിലെ പ്രജകൾ, അയാളുടെ ആളുകൾ. ഇപ്പോൾ സാധാരണ രീതിയിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മതമായിരുന്നു ആ രാജ്യത്തിൻ്റെ മതം. രാജാവ് ക്രിസ്ത്യാനിയാണെങ്കിൽ രാജ്യം മുഴുവൻ ക്രിസ്ത്യാനി, രാജാവ് മുസ്ലിം ആണെങ്കിൽ രാജ്യം മുഴുവൻ മുസ്ലിം, രാജാവ് ബുദ്ധന മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ അങ്ങനെ, ജൈന മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ അങ്ങനെ. ഇതായിരുന്നു ലോകത്തിൻ്റെ നിയമം. വിഗ്രഹാരാധന ആണെങ്കിൽ വിഗ്രഹാരാധകൻ. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഈ ക്ഷണം, ഇസ്ലാമിലേക്കുള്ള ക്ഷണം നിരസിച്ചാൽ നിൻ്റെ ആളുകൾക്ക് പാപവും നിന്റെ മേളിൽ വന്ന് ചേരും. അന്ന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അഖ്ബറഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കതബ ഇലാ ഖൈസറ ഫഖാല ഫഇൻ തവല്ലൈത ഫഇന്ന അലൈക ഇസ്മൽ അരീസിയീൻ. ഇതിന് മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ആ വാക്കുകളുടെ ഉച്ചാരണത്തിൽ ഭയങ്കര സാമ്യം ഉണ്ട്. അതായത് അസ്സാമു അലൈക്കും അസ്സലാമു അലൈക്കും കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണം എന്ന് ഇല്ല. ഒന്ന് സമാധാനവും ഒന്ന് മരണവും ആണ്. യഹൂദന്മാർ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം മുസ്ലിങ്ങളോട് അസ്സാമു അലൈക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് നീയൊക്കെ നശിച്ചു പോട്ടെ, ചാത്തുപോട്ടെ എന്ന് പറയുന്നതിന് തുല്യമാണ്, അവൻ്റെ കൊടുക്കത്തെ ആവാനായിട്ട്. പക്ഷേ അങ്ങനെയായിരുന്നു. അവർ വലിയ പണ്ഡിതന്മാരായിരുന്നു, വാക്കുകൾ കൊണ്ടമ്മാനമാടാൻ കഴിവുള്ള ആളുകൾ. നമ്മുടെ ഇന്നത്തെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ TV-യിൽ അവതാരകരായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ വളച്ചൊടിക്കാനും മറ്റുള്ളവരെ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനും എന്നിട്ട് അവരുദ്ദേശിക്കുന്നത് പോലെ ഉത്തരങ്ങൾ നേടിയെടുക്കാനും ഒക്കെ കഴിവുള്ള വലിയ വാക്ചാതുര്യമുള്ള ആളുകൾ. അപ്പോൾ അവർ നശിച്ചു പോട്ടെ, നമ്മളും അത് തന്നെ പറയുന്നു. അനീതിക്കും അക്രമത്തിനും കൂട്ടുനിൽക്കുന്ന വാക്ചാതുര്യമുള്ള ആളുകൾക്കെതിരെ നമുക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നാശം ഉദ്ദേശിച്ചു. അങ്ങനെ അത് അവർ വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്സാരമായ വ്യത്യാസം പെട്ടെന്ന് കണ്ടുപിടിക്കുകയും തിരിച്ച് നാശം അവർക്കെതിരിൽ ചോദിക്കുകയും ചെയ്തു. അവരായിരുന്നു നാശത്തിൽപ്പെട്ടവർ. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആ സ്വീകരിക്കും, മറ്റുള്ളവരുടെ ദുആ സ്വീകരിക്കുകയില്ല. അപ്പോൾ രണ്ട് ദുആകൾ ഒരേ സമയം ഒരു കാര്യത്തിന് വേണ്ടി വന്നാൽ നല്ല ആളുകളുടെ ദുആ, അപ്പോൾ അന്നേരം ഉള്ള ഏറ്റവും നല്ല ആളെന്ന് പറയുന്നത് റസൂലാണ്. അപ്പോൾ റസൂൽ പറയുന്നതാണ് അള്ളാഹ് കേൾക്കുക. അപ്പോൾ അവരുടെ കാര്യം കഷ്ടത്തിലായി, അവർ നശിച്ചുപോയി. ഇപ്പോൾ നമ്മൾ രണ്ടുപേര് തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ദുആ ചെയ്താൽ നമ്മളിൽ ആരാണോ നല്ലത് അയാളുടെ ദുആ ആയിരിക്കും അള്ളാഹു കൂടുതൽ സ്വീകരിക്കുക. അതുകൊണ്ട് നല്ലവരോട് സൂക്ഷ്മതയോടെ പെരുമാറുക. അൽ മുശ്രിക്കൂൻ, അതായത് ബഹുദൈവാരാധകർ, വിഗ്രഹാരാധകർ, തീ ആരാധകർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, ഇവരെ നീ നേർമാർഗത്തിൽ ആക്കണമേ, അവരെ നമ്മളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ചെയ്യാവുന്നതാണെന്നാണ് നമുക്ക് നോക്കാം.
അദ്ദുആഇ ലിൽ മുശ്രിക്കീന ബിൽ ഹുദാ ലിയതഅല്ലഫഹും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, തുഫൈൽ ബിൻ അംർ അദ്ദൗസി അദ്ദേഹത്തിൻ്റെ സഹാബാക്കളും കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, ദൗസ് ഗോത്രത്തിൽ നിന്നുള്ള ആളുകൾ താങ്കളെ പിന്തുടരുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, അവർ അതിന് നിരസിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് അവർക്കെതിരെ ദുആ ചെയ്യൂ. ആളുകൾ പറഞ്ഞു, ദൗസ് ഗോത്രം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ദുആ ചെയ്തു, അല്ലേ അള്ളാഹുവേ, ദൗസ് ഗോത്രത്തിന് അല്ലെങ്കിൽ ദൗസിലെ ആളുകൾക്ക് നീ നേർമാർഗം കാണിക്കണമേ, അവരെ നീ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമേ. അപ്പോൾ അങ്ങനെ ദുആ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെയാണ്, അയൽവക്കക്കാരൊക്കെയാണ്, നമ്മുടെ രാജ്യക്കാരാണ്, അവരൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ഇവർക്കൊക്കെ ഈമാൻ കൊടുക്കണേ, അവരെ നിർമാർഗത്തിലാക്കണേ എന്ന് ദുആ ചെയ്യാവുന്നതാണ്. അവർ വരുമോ ഇല്ലയോ, അള്ളാഹു അത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല. നമുക്ക് ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏതായാലും കൂലി കിട്ടും. എങ്ങാനും വന്നാൽ നമുക്ക് പിന്നെയും കൂലി കിട്ടും. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖദിമ തുഫൈർ ബിൻ അംറിൻ അദ്ദൗസിയ്യു വസുഹാബഹു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലുള്ളാഹ് ഇന്ന ദൗസൻ വസത് വഅബത് ഫദുല്ലാഹ അലൈഹാ ഫഖീല ഹലകത് ദൗസുൻ ഖാല അല്ലാഹുമ്മ ഹ്ദി ദൗസൻ വഅതി ബിഹിം. അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.